ഹലോ ഗൈസ്, വൈകിട്ട് ഒരു 6 മണി മുതൽ ഞാൻ ഈ ക്ലോക്കിലേക്ക് നോക്കി ഒരേ ഒരു ഇരിപ്പാണ്. എങ്ങനെയെങ്കിലും ഒന്ന് 12 മണിയാവാൻ വേണ്ടി കാത്തിരിക്കണം. വേറെ ഒന്നുമല്ല, ദീദിയും കുട്ടികളും ഇന്ന് നാട്ടിലേക്ക് വരികയാണ്. അപ്പൊ ഓരെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് ഉറങ്ങാതെ ഈ ക്ലോക്കിലേക്ക് നോക്കിയിരിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഒരു 1 മണിക്കൊക്കെ ഇറങ്ങി. ദീദി ഇപ്പൊ പോയിട്ട് ഒരു 4 months ആവുന്നേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് അവര് വരുന്നതിന്റെ റീസൺ എന്താന്ന് ഞാൻ വഴിയ വ്ളോഗ്സിൽ പറയാം. അപ്പൊ റീസൺസും കാര്യങ്ങളും എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ നമ്മൾ ഇത് എയർപോർട്ടിലേക്ക് എത്തി. പുലർച്ചെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1 hourന് ശേഷമാണ് കേട്ടോ അവര് പുറത്ത് വന്നത്. നമ്മൾ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലി ഗൈസ്, നമ്മൾ അവരെ കണ്ട് പറയുമ്പോൾ ഒരു 4 months ആവുന്നുള്ളെങ്കിലും ഒരുപാട് കാലത്തിന് ശേഷം കാണുന്ന ഒരു ഫീൽ ചെയ്തു. അങ്ങനെ നമ്മളിത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ചായക്കടയിൽ നിർത്തിയിട്ട് ചായയും സമൂസയൊക്കെ കഴിച്ചിട്ടാണ് പോയത്. ഞാൻ സുത്തുപ്പി വണ്ടിന്റെ ബാക്കിലാട്ടിരുന്നത്. സുത്തുപ്പാക്ക് ഇവിടെ ഇരിക്കുന്നതാണ് ഇഷ്ടം. എക്സ്പ്രഷൻസ് കണ്ടില്ലേ, ഭയങ്കര ചില്ലിങ് മൂഡിലാണ് ആള്. അങ്ങനെ നമ്മൾ ദീദിന്റെ വീട്ടിലൊക്കെ എത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ അവരെ അവിടെ ആക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ നമ്മൾ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി. ഉറക്കൊന്നും ശരിയാവാത്തത് കൊണ്ട് നമ്മളിന്ന് ക്ലാസ് പോയില്ല.